Well, it's been 1 week I'm using this phone. So let me tell you the first impression quickly. കാരണം ഒരാഴ്ചയായി ചെറിയൊരു ഡിലേക്ക് ശേഷം നമ്മുടെ ഐഫോൺ 17 കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. വലിയ പ്രതീക്ഷയൊന്നും വെക്കുകയൊന്നും വേണ്ട, കാരണം പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. ഫോണും കാണും, കേബിള് കാണാൻ സാധ്യതയുണ്ട്, പിന്നെ മറ്റേ സിം ഇജക്ഷൻ ടൂള് കിട്ടാൻ സാധ്യതയുണ്ട്. സോ യെസ്, സംഭവം നമ്മുടെ ലുലു മോളിൻ്റെ ഓപ്പോസിറ്റുള്ള മൈജിയില്ലേ, അവിടുന്ന് വാങ്ങിച്ച 81-82 രൂപ അടുപ്പിച്ചായി. ഇനി വിലയൊന്നും കുറയാനൊന്നും പോകുന്നൊന്നുമില്ല, കാരണം ഈ ചിപ്പ് സെറ്റിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി വില കൂടെ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മിനിമലായിട്ടുള്ളൊരു ബോക്സാണ്. പക്ഷേ അതൊക്കെ പണ്ടത്തെ നോക്കിയയും സോണി എറിക്സണൊക്കെ ആയിരുന്നു കേട്ടോ. ബടാ ബോക്സ്, എന്തൊക്കെ സാധനം കിട്ടുമായിരുന്നു. ചാർജറ്, ബ്ലൂടൂത്ത്, മറ്റേ ഹെഡ്സെറ്റ്, മറ്റേ ഒരു ചെവിയിലൊക്കെ വെക്കുന്ന മറ്റേ സാധനമൊക്കെ ഇല്ലേ, അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു തേങ്ങയില്ലേ ഇവന്മാർ പറയണ എന്തോ പ്രകൃതി എന്തോ രക്ഷിക്കാനെന്നൊക്കെയാണ് പറയണത്. ആയിരോണോ ഇനിയിപ്പോൾ ചാർജർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 1500 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം, നല്ല ഒറിജിനൽ ചാർജർ. പക്ഷേ കുഴപ്പമില്ല, വീട്ടിൽ നമ്മുടെ ഇപ്പോൾ സി കേബിൾ ആയത് കാരണമില്ലേ നമുക്ക് കണ്ണി കണ്ടയിലെല്ലാം കുത്താം. പിന്നെ ചിലർ പറയും ഒളിയോ ബാറ്ററി പോവളിയാ, ബാറ്ററി ചിത്തയാവളിയാ, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ അങ്ങ് വർക്കാണെങ്കിൽ വർക്കായാലും. യെസ്, സോ കമ്മിങ് ടു ദി ഫോൺ, ഇറ്റ് ഈസ് അസംബിൾഡ് ആൻഡ് എന്തോ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. നമുക്കറിയാം എത്രത്തോളം മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന്, കാരണം ആരോണോ ലൈക്ക് ഇന്ത്യയിൽ സ്ക്രീനും ഡിസ്പ്ലേയും ചിപ്സെറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ, എല്ലാം ചൈന എന്നൊക്കെ ആയിരിക്കും വരുന്നത്. വന്നിട്ട് ഇവിടെ ഇട്ട് എല്ലാവരും അസംബിൾ ചെയ്യുമായിരിക്കും, അത്രേ ഉള്ളൂ. എന്നിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് വെക്കാമല്ലോ. യാ, സോ കമ്മിങ് ടു ദി സോഫ്റ്റ്വെയർ, നമ്മുടെ ഇതിലിപ്പം സ്റ്റോക്ക് വരുന്നത് iOS 26 പിന്നെ 17 അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. രാത്രിയിലെങ്ങാണ്ട് അപ്ഡേറ്റ് എന്തൊക്കെയായി, അതൊക്കെ തന്തമായിട്ടാവും. സോ യെസ്, ഇതാണ് നമ്മുടെ ചാർജിങ് കേബിൾ, ആപ്പിൾ ചാർജിങ് കേബിൾ എന്തിനു തന്ന്. പിന്നെ ആപ്പിളിൻ്റെ സിം ഇജക്ഷൻ ടൂൾ, ഇത്രേ ഉള്ളൂ. ഞാൻ ആ കവർ 2-3 വട്ടം മറിച്ചൊക്കെ നോക്കി, ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കവർ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറെങ്കിലും തരായിരുന്നില്ലേ, മറ്റേ ഫൈബറിൻ്റെ. ഇതിപ്പോൾ കവറിൽ നിന്ന് നമ്മുടെ ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ തറയണ തന്നെ പൊട്ടും. പൊട്ടലിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡിസ്പ്ലേയിൽ നമ്മുടെ ഗ്ലാസ് വരുന്നത് സെറാമിക് ഷീൽഡ് 2 ഗ്ലാസ് എന്നാണ് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. തറ വീണ പൊട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതുവരെ വീണിട്ടില്ല, ദൈവമേ. വാങ്ങിച്ച് 2-ാം ദിവസം തന്നെ ഞാൻ കവറിട്ട് സെറ്റ് ചെയ്തു. പിന്നെ വാട്ട് ഐ ലൈക്ക് ദി മോസ്റ്റ് ഈസ്, വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാണാൻ. എനിക്ക് എല്ലാവരും മറ്റേ ബ്ലാക്കും വേറെ കളറൊക്കെ ഉണ്ട്, ലാവൻഡറൊക്കെ, ഐ ലൈക്ക് ദിസ് വൈറ്റ്, നല്ല ക്യൂട്ടി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കിലില്ലേ, ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേയിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നൊരു ബാക്കിലും സ്റ്റിക്കർ ഉണ്ടെന്ന് വിചാരിച്ചു. ആ വലിയ കാര്യത്തെ വലിച്ചിളക്കാൻ നോക്കുവാണ്. ആക്ച്വലി സ്റ്റിക്കറല്ല, കാരണം ആ ലോഗോ കണ്ടില്ലേ, പണ്ടത്തേനൊക്കെ ഇങ്ങനെ പ്ലച്ചൻ ഇങ്ങനെ എറിച്ച് നിൽക്കും ലോഗോ. പക്ഷേ ഇതിനകത്തെ ലോഗോ എന്ന് പറഞ്ഞാൽ കുറച്ച് മങ്ങിയാണ് നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു കണ്ടോ, ഞാൻ പിന്നെ ഇളക്കാൻ നോക്കുവാണ്. എന്തായാലും ഈ പ്രാവശ്യത്തെ വോട്ടിടാൻ പോയപ്പോൾ അമ്മ വിരലിൽ തേച്ച മഷിയുണ്ടല്ലോ, ഒരു രക്ഷയില്ല. സാധാരണ ഒരാഴ്ചയ്ക്ക് തിളയിപ്പോവും, ഒരാഴ്ച 2 ആഴ്ച, ഇതിപ്പോൾ തന്നെ 2-3 മാസം ഇപ്പോഴും അത് തന്നെ. സോ ഇതാണ് സംഭവം. ഇപ്പം ഞാൻ ബാക്കിൽ തന്നെ പിന്നെയും ഞാൻ നോക്കുന്നുണ്ട്. ബാക്കിൽ പേപ്പറല്ല, അതാണ് അതിൻ്റെ ബാക്ക് വശം, അതാണ്, ബാക്കിൽ സ്റ്റിക്കറില്ല. പിന്നെ വേറെ എന്താണ്, നമുക്ക് പ്രോയുടെ വില എനിക്ക് തോന്നുന്നു 1.25 മുകളിൽ എന്തുവാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമുക്ക് മറ്റേ അപ്പുറത്തെ പറമ്പിൽ ഉള്ള മാങ്ങയൊന്നും നമുക്ക് സൂം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഈ 2ൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ വേറെ 6.3 ഇഞ്ച് അടിപൊളി, സത്യം പറഞ്ഞില്ല അടിപൊളി ഡിസ്പ്ലേ കേട്ടോ. പണ്ടത്തെ എൻ്റെ 12 മുമ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സൂപ്പർ ഡിസ്പ്ലേ. കാരണം ഇവർ പറയുന്നത് സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ, 120 Hz ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് കൊള്ളാം. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 12 ഇതിൽ 60 Hz ആണ്, ഇതിൽ 120 ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്കറിയണം, മേ ബി നമ്മൾ അത്രയ്ക്ക് ടെക്നിക്കലി വൈബ് അല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ചിപ്സെറ്റ് അത്യാവശ്യം ഫാസ്റ്റാണ്, കാരണം ഇപ്പോഴത്തെ ഉള്ളിൽ അവരുടെ ലേറ്റസ്റ്റ് ചിപ്സെറ്റിനകത്ത് ഒന്നാണ് A19, അടിപൊളിയാണ്. പിന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും നോക്കണം, അറിയില്ല, എല്ലാം വർക്കാവും. നൈസല്ലേ. എൻ്റെ ഫസ്റ്റ് ബൂട്ടാണ്, അങ്ങനെ സ്വാമിയെ വിളിച്ച് മുരുക എന്ന് പറഞ്ഞ് ഓണായി, സംഭവം പൊളിച്ച്.
ഇതിൽ സിമ്മ് നമ്മുടെ ജിയോ സിമ്മായിട്ട അതുകൊണ്ട് അത് വേറെ സീനൊന്നുമില്ല. സ്പീക്കറൊക്കെ കൊള്ളാം കേട്ടോ. അവർ പറയുന്നത് എന്താ പറയുക, സ്റ്റീരിയോ സ്പീക്കറാണ് ഉള്ള സ്റ്റീരിയോ സ്പീക്കറാണ് ഉള്ളത്. പക്ഷേ സംഭവം അത്യാവശ്യം നല്ല ഒരു വൈബ് സ്പീക്കറാണ്. നല്ല ഒരു ചെറിയ ബേസൊക്കെ ഉണ്ട്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഐ ലൈക്ക് ഇറ്റ്. പിന്നെ USB പോർട്ടുണ്ട്, അതുകൊണ്ട് എവിടെ പോയാലും ചാർജർ കിട്ടും. പണ്ടാണെങ്കിൽ ലൈറ്റിനിങ് കേബിളിന് വേണ്ടി തപ്പുമായിരുന്നു, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. USB Type-C ഉണ്ട്, സന്തോഷം. ബാക്കി യൂസർ ഫേസും കാര്യങ്ങളും ഒരാഴ്ച യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പറയില്ല, എക്സ്പീരിയൻസ് ഒക്കെ നൈസായിരുന്നു. ലൈക്ക് മറ്റേ ഫേസ് ID ഒക്കെ പടപടയെന്ന് അൺലോക്ക് ആവും. പിന്നെ ചാർജിങ് സ്പീഡ് നമ്മൾ എൻ്റെ ഇരിക്കുന്ന നത്തിങ് ആണ്, അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും സ്പീഡൊന്നുമില്ല, ഇത്തിരി സ്ലോ ആണ്. മറ്റേ പട്ടപ്പടയെന്ന് ചാർജ് ചെയ്ത് കയറില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. Well, it's been 1 week I am using this phone. So let me tell you the first impression quickly. കാരണം ഒരാഴ്ചയായില്ലേ. It's really nice. I mean, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം the way it feels, പിന്നെ അതേപോലെ തന്നെ ഓവറോൾ ഡിസൈൻ ആയാലും ഫിറ്റ് ആൻഡ് ഫിനിഷിങ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം 6.3 ഇഞ്ച് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനായി. ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിഗ്, ലൈക്ക് നമുക്കൊരു 1 ഹാൻഡ് യൂസേജ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ടെലിഫോട്ടോ ലെൻസ് ഇല്ല, ഐ ഡോണ്ട് കെയർ. നമ്മൾ മറ്റേ സൂം ചെയ്ത് മറ്റുള്ള ഫോട്ടോ നമ്മൾ എടുക്കാൻ പോണില്ല. പിന്നെ മെയിൻ റീസൺ വൈ ഐ ചോസ് ദിസ് ഫോൺ ഈസ് ബിക്കോസ് നമ്മൾ വീഡിയോ എടുക്കുക എന്നാണ് നമ്മുടെ മെയിൻ കൺസെപ്റ്റ്. കാരണം ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഗൂഗിൾ പിക്സൽ 25, പിന്നെ OnePlus, പിന്നെ എന്താ പറഞ്ഞാൽ നമ്മുടെ X300 ഡെഫിനറ്റ്ലി. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോട്ടോ സെൻട്രിക് ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് ഫുൾ ടൈം വീഡിയോയും കാര്യങ്ങളും ഇതേപോലത്തെ അറിയാതെ വീഡിയോസൊക്കെ ഇടണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഐ തോട്ട് ദിസ് ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. ഈവൻ ഈ വീഡിയോ എടുക്കുന്നതിന് നത്തിങ് 1-ലാണ്. ആൻഡ്രോയിഡും ഉണ്ട് നമുക്ക്. എനിക്ക് ആൻഡ്രോയിഡ് കളഞ്ഞിട്ട് ഫുൾ ടൈം ഐഫോണിലോട്ട് എനിക്ക് പറ്റത്തില്ല, എനിക്ക് രണ്ടും വേണം. ലൈക്ക് പണ്ട് പോലെ അങ്ങനെ, ഇതിന് മുമ്പ് ഒരു 12 ഉണ്ടായിരുന്നു. പിന്നെ C കേബിൾ അതിപ്പോൾ 15 മുതലായി. ഇതൊക്കെയാണ് മെയിൻ കാരണം. പിന്നെ 120 Hz ഡിസ്പ്ലേ വന്നു, സോ ആ ലാഗൊക്കെ പോയി. ഓവറോൾ 80,000 81,000 വർത്താണെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ലൈക്ക് നമ്മൾ അങ്ങനെ ഇപ്പോൾ 50 കിട്ടിയാലും നമുക്ക് സന്തോഷമുള്ളൂ. അതുകൊണ്ട് പ്രൈസിൻ്റെ കേസ് അറിയത്തില്ല, അതൊക്കെ വലിയ വലിയ ആൾക്കാരാണല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. ബട്ട് കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ 80,000 ഓക്കെ കൈൻഡ് ഓഫ്. എല്ലാവരും ഇപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ ഫോണൊക്കെ എടുക്കുന്നത്, മടക്കുന്നത്, ഓടിക്കുന്നതൊക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. തൽക്കാലം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. 1-2 വർഷം ഇത് മതി. സോ വീഡിയോ സെൻട്രിക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ വെരി ഗുഡ് ചോയ്സ്. ബട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മറ്റേ X300 കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ട്രൈ നോക്കാം. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഇംപ്രഷൻ. ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതുവരെ നൈസാണ്. നമുക്ക് നോക്കാം എത്ര കാലം എങ്ങനെയൊക്കെ പോകുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ ഈസ് ഓസം മാൻ. ലൈക്ക് മറ്റേ ആ സ്ക്വയർ സെൻസർ ആയതുകൊണ്ട് നേരെയും ചരിച്ചുമൊക്കെ എടുത്താലും ആ വീഡിയോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് റിയലി ഗുഡ്. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു, അടിപൊളി. ഐ ലൈക്ക് ഇറ്റ്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് വീക്ക് യൂസേജ് എക്സ്പീരിയൻസ് എന്ന് പറയാം. എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ വരും പറയാം. പിന്നെ സം പീപ്പിൾ കംപ്ലൈൻറ്റ് അബൌട്ട് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഐ ഡോണ്ട് നോ, ലൈക്ക് എന്തോ ഗ്ലിച്ചൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എനിക്കങ്ങനെ വലിയ ഗ്ലിച്ചായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. എന്തെങ്കിലും വരാണെങ്കിൽ നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. ഇനി വീഡിയോസ് എടുക്കണം. താങ്ക് യു സോ മച്ച്. ബൈ.